സത്യം പറയടി, നിന്റെ അവനെയും കെട്ടും ഫസ്റ്റ് നൈറ്റോ കഴിഞ്ഞല്ലേ? നിങ്ങൾക്കൊരു കുട്ടിയില്ലേ? ഇടുപ്പിൽ കൈകുത്തി കിരൺ ചോദിക്കുമ്പോൾ നീല അവനെ ഒന്ന് തുറിച്ചു നോക്കി. പിന്നെ നോക്കി കറുപ്പുണ്ടാക്കാൻ കൂടി നിങ്ങൾ അങ്ങേർക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അതിന്റെ ഒരു കുറവ് ആ മനുഷ്യന്റെ നോട്ടത്തിലുണ്ട്. തമാശകളും കളിശീകളുമായി അവർ യാത്ര തിരിച്ചു. ലൂക്ക പുറകിലെ സീറ്റിൽ കിടന്ന് ഉറക്കം പിടിച്ചുകൊണ്ട് കൂർക്കം വലിയും തുടങ്ങി. ഓഡി കാറിൽ മുഴങ്ങി കേൾക്കുന്ന വേൾഡ് ഫേമസ് ഫാഷൻ ഡിസൈനർ ലൂക്കസ് എബ്രാഹിമിന്റെ കൂർക്കം വലി. നില നില ഈ പൊട്ടി എഴുന്നേൽക്ക് സ്ഥലത്തി. സീറ്റിൽ ചാരിന്ന് ഉറങ്ങുന്നിലെ കിരൺ കുലുക്കി വിളിച്ചു. ഓ, രണ്ടും ഇങ്ങനെ ഒരു ഉറക്ക പിശാചികൾ. ലൂക്ക, എടി നില. ചേട്ടാ, ഈ എറണാകുളത്ത് ജോലി ചെയ്യുന്ന കാവ്യയുടെ വീട് എവിടെയാ? ഇരുവരെയും വിളിച്ചു കൊടുത്തിയ ശേഷം വിൻഡോ ഗ്ലാസ് ആഴ്ത്തി കിരൺ മുന്നിൽ കണ്ട ഒരു കടയിലേക്ക് നോക്കി കടക്കാരനോട് ചോദിച്ചു. ചെറിയൊരു ഇടവഴിയാണ്. കാവ്യ ഓഫീസിൽ കൊടുത്ത അഡ്രസ് നോക്കിയാണ് അവൻ വന്നത്. കാവ്യയോ? എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആരും ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾ എവിടുന്നാ? അയാൾ കാറിൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു. ഞങ്ങൾ എറണാകുളത്ത് അവൾക്കൊപ്പം ജോലി ചെയ്യുന്നവരാ. കാവ്യയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൾ ലീവിലായിരുന്നു. ഞങ്ങൾ അമ്മയൊന്ന് കാണാമെന്നാ. എന്താ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്? അയാളെ ചോദിക്കുമ്പോൾ കിരൺ നോക്കിയ നീലാംബരിയാണ്. കാവ്യ പറഞ്ഞ ചില കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം കിരണും ലോക്കയും. ചേട്ടാ, അച്ഛൻ്റെ പേര് പവിത്രൻ എന്നാ. അതേ ഇപ്പോൾ അവരോടൊപ്പം ഇല്ല. അമ്മ കല്യാണി, ഒരനിയനുണ്ട് കാർത്തിക്. അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് കുഞ്ഞിക്കിളി എന്നാ. നീല അറിയാവുന്ന വിവരങ്ങൾ അയാളോട് പറഞ്ഞു. അപ്പോഴും കിരണും ലോക്കയും വായും തുറന്നു നിന്നു. ശരിയാണ്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ വിവരങ്ങൾ മറ്റൊരു ഫ്രണ്ടിനല്ലാതെ ആർക്കും അറിയാൻ കഴിയല്ലേ? ഓ, പവിത്രന്റെയും കല്യാണിയുടെ മകളാണ്. ദേ ആ കാണുന്ന വീടാ. ഒരു ഇരുനില വീടിനെ ചൂണ്ടിക്കാട്ടി അയാൾ പറയുമ്പോൾ സന്തോഷത്തോടെ അയാൾ നോക്കി മൂവരും. പക്ഷേ ആ വീട്ടിൽ വർഷങ്ങളായിട്ട് ആരും താമസമില്ലല്ലോ. അയാൾ പറയുമ്പോൾ കിരണും നിലയും അയാൾ അതിശയത്തോടെ നോക്കി. അവർക്കിപ്പോ എവിടെയാ താമസം അതറിയോ? കിരൺ ചോദിക്കുമ്പോൾ അയാൾ ആ വീട്ടിലേക്കും തുറച്ചു നോക്കി യാന്ത്രികമായി പറഞ്ഞു. അവിടെ താമസിച്ചിരുന്നവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ.